ചെന്നിത്തല നവോദയ വിദ്യാലയത്തിൽ തൂങ്ങി മരിച്ച +1 വിദ്യാർത്ഥി അഭിഗീതിന്റെ വീട് സന്ദർശിച്ച് മന്ത്രി സജി ചെറിയാൻ. മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും മന്ത്രി ആശ്വസിപ്പിച്ചു. മരണകാരണത്തെ സംബന്ധിച്ച് വിശദമായ ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. ചെന്നിത്തല നവോദയ വിദ്യാലയത്തിൽ തൂങ്ങിമരിച്ച +1 വിദ്യാർത്ഥി അഭിഗീതിന്റെ പുതിയ വിളയിലുള്ള വസതി മന്ത്രി സജി ചെറിയാൻ സന്ദർശിച്ചു. മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും മന്ത്രി ആശ്വസിപ്പിച്ചു. മരണകാരണത്തെ സംബന്ധിച്ച് വിശദമായ ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം നടത്തുമെന്ന് മന്ത്രി പറഞ്ഞു. തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ കൂടി അന്വേഷണം നടത്താൻ വിദ്യാഭ്യാസ മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. എന്താണ് സംഭവത്തിന്റെ ഫാക്ട്സ് എന്താണെന്ന് കണ്ടുപിടിക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള അന്വേഷണം. അല്ല, പല കുട്ടികളെ ഇപ്പോൾ എന്താണ് കുട്ടികൾക്ക് സംഭവിക്കുന്നതിനെ പറ്റി അന്വേഷണമാണ്, പോലീസ് അന്വേഷണമാണ്. വിദ്യാഭ്യാസ മന്ത്രിയോട് ഇപ്പം ഞാനൊരു നമ്മുടെ സംസ്ഥാനത്ത് ചെയ്യാവുന്ന കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് സുനിൽകുമാർ, കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി കോശി, CPIM പുതിയവിള ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി C അജികുമാർ, വൈസ് പ്രസിഡന്റ് വയലിൽ സന്തോഷ് തുടങ്ങിയവരും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. MLA U പ്രതിഭയും വീട് സന്ദർശിച്ചു. ചെന്നിത്തല ജവഹർ നവോദയ വിദ്യാലയത്തിലാണ് +1 വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കായംകുളം കണ്ടല്ലൂർ പുതിയവിള വേലൻചിറയിൽ അഭിരാമത്തിൽ KP ബിജുവിന്റെയും മുതുകുളം സമാജം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ബിന്ദുവിന്റെയും മകൻ അഭിഗീതാണ് മരിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:00-ഓടെയാണ് തൂങ്ങി മരിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന പ്രകൃതക്കാരനായ മകൻ തിങ്കളാഴ്ച രാത്രിയിലും വിളിച്ചിരുന്നതായും സംസാരത്തിൽ അസ്വാഭാവികത ഉണ്ടായിരുന്നില്ലെന്നും പിതാവ് KP ബിജു പറഞ്ഞു. സമഗ്രമായ അന്വേഷണം വേണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. I hate myself എന്നും തൊട്ടടുത്ത ദിവസം വരുന്ന അമ്മുവിന്റെ ബർത്ത്ഡേ ഇക്കാരണത്താൽ അലങ്കോലമാക്കേണ്ടി വരുന്നതിന്റെ വിഷമവും ആത്മഹത്യക്കുറിപ്പിൽ പ്രതിപാദിച്ചിരുന്നു. പിതാവ് ബിജു മാന്നാർ പോലീസ് സ്റ്റേഷനിലെത്തി കുറിപ്പിലെ മകന്റെ കൈയക്ഷരം തിരിച്ചറിഞ്ഞു. ജ്യേഷ്ഠൻ പഠിച്ച നവോദയ വിദ്യാലയത്തിൽ സ്വന്തം ആഗ്രഹപ്രകാരമാണ് അഭിഗീത് അഡ്മിഷൻ നേടിയത്. ഏക സഹോദരൻ കളമശ്ശേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MBBS വിദ്യാർത്ഥിയായ അഭിനന്ദാണ്. ന്യൂസ് ബ്യൂറോ, കായംകുളം.